എനിക്ക് തോന്നുന്നു CPM മാത്രമല്ല ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ ചിഹ്നം പോലും സംരക്ഷിക്കപ്പെടേണ്ട അവസ്ഥയായിരിക്കും. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കഴിഞ്ഞ 10 വർഷം നിങ്ങൾ മറന്നു വയ്ക്കൂ. 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു. നിങ്ങൾക്ക് ആദ്യമായിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അയ്യോ വേണ്ടേ വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ. രാജ്യത്തെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ രാജ്യം ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് രാജ്യം മാറുന്ന ഈ അമൃത കാലഘട്ടത്തിലേക്ക് എന്ന് വെച്ചാ വളരെ മോശമാണ്. കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ സമൂഹം എന്ന് പറയുന്ന ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഗണേശൊറ്റക്കാരി പെട്രോൾ അടിക്കാൻ പോകുന്ന ആളുകൾ നരേന്ദ്രമോദിജിയെ സ്മരിക്കും. പിന്നെ എങ്ങനെ പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. പെട്രോൾ അടിക്കുന്നുണ്ട്. അപ്പൊ പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവിടുത്തെ ജനങ്ങൾക്ക് കൈവന്നു എന്നതാണ്. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. അവർക്ക് സാമ്പത്തിക പെട്രോൾ അടിച്ചിട്ടല്ലേ വന്നത്? പെട്രോൾ അടിച്ചിട്ടാണോ വന്നത്? തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തരേ പറയുള്ളൂ, തെണ്ടി. പെട്രോൾ അടിച്ചിട്ടാണോ ചേട്ടൻ വന്നത്? നടന്നിട്ടല്ലല്ലോ വന്നത്. നടന്നിട്ടാണോ വന്നത്? നടന്നിട്ടാണോ വന്നത്? അല്ല. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തിക്കേട്ടി തന്നെ വായിക്കാത്ത ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നടന്നിട്ടല്ല വന്നത്. പെട്രോൾ അടിക്കാനുള്ള കാറും പെട്രോൾ അടിക്കാൻ ബൈക്കും ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പെട്രോൾ അടിച്ചിട്ടാണ് വന്നത്. പെട്രോൾ അടിച്ചിട്ടാണ് വന്നത്. പെട്രോൾ അടിച്ചിട്ടുള്ള അതിനുള്ള സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കി കൊടുത്തു. ഇതിലും ഭേദം അവരെ തല്ലിക്കൊല്ലുക. ഇക്കണക്കിന് പോയ നാട്ടുകാരെ തന്നെ തല്ലിക്കൊന്നോളും. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അതിന് ഈ രാജ്യം ഒരു സാമ്പത്തികത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സംഭാവനകൾ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.